മൽക്കീസേദെക്ക് ചരിത്ര സംഭവമാണ്. അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ, ജീവചരിത്രത്തിലുള്ളൊരു കാര്യമാണ്. സൊദോം രാജാവും അവനുള്ള കൂടെയുള്ള ആളുകളും തോൽപ്പിക്കപ്പെട്ടു. അവിടെ പാർത്തുന്ന ലോത്തിനെയും കുടുംബത്തെയും അവിടെയുള്ള സകലവും കൊള്ളയടിച്ചുകൊണ്ട് പോയി കൽദയ രാജാക്കന്മാർ. ആ വാർത്ത അറിഞ്ഞ രാത്രിയിൽ തന്നെ അബ്രഹാം കൂടെയുള്ളവരുമായിട്ട് അവർ പുറപ്പെട്ടു എന്ന് അവരെ തോൽപ്പിച്ച് എല്ലാ കൊള്ളയും തിരിച്ചു പിടിച്ച് ലോത്തിനെയും കുടുംബത്തെയും ജനങ്ങളെയും കൊണ്ട് മടങ്ങി വരുമ്പോൾ രണ്ടുപേർ എതിരേറ്റിയെന്ന്. ഒന്ന് സൊദോം രാജാവ്. സൊദോം രാജാവ് പറഞ്ഞു, നീ ആളുകളെ മാത്രം തന്നാൽ മതി, നീ കൊള്ളയടിച്ച് സമ്പത്ത് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. എന്നാൽ അതിനു മുമ്പ് ഒരാൾ വന്നു അപ്പവും വീഞ്ഞും കൊണ്ട്. അയാളുടെ പേര് മൽക്കീസേദെക്ക്, യെരൂശലേമിൻ്റെ രാജാവാണ്. അന്നത്തെ യെരൂശലേമിൻ്റെ രാജാവായ മൽക്കീസേദെക്ക്. സേദക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം നീതി എന്ന. മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാവ്. ശാലേം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനമെന്ന. ശാലേം രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ രാജാവ്. മൽക്കീസേദെക്ക് നീതിയുടെ രാജാവ്, ശാലേം രാജാവ് സമാധാനത്തിൻ്റെ രാജാവ്. ആദ്യം പറയുന്നത് മൽക്കീസേദെക്കിനെ കുറിച്ച്, രണ്ടാമതാണ് ശാലേം രാജാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആദ്യം നീതീകരണം, പിന്നെയാണ് സമാധാനം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സമാധാനമുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് ആദ്യം മൽക്കീസേദെക്കും രണ്ടാമതവൻ ശാലേം രാജാവുമാണ്. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഈ വ്യാഖ്യാനമൊക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ്റെ പ്രത്യേകത, ബൈബിളിൽ ഒരിടത്തും അവനെക്കുറിച്ചുള്ള വിശദീകരണമില്ല. അവൻ്റെ വംശാവലി പറയുന്നില്ല. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് നിർബന്ധമാണ്. അഹരോൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർക്ക് മാത്രമേ പഴയ നിയമ ദേവാലയത്തിൽ പുരോഹിതന്മാരാകാനൊക്കത്തുള്ളൂ. അവർ ലേവി ഗോത്രക്കാരാണ്. പക്ഷേ ലേവി ഗോത്രക്കാർക്കെല്ലാം പുരോഹിതന്മാരാകാനൊക്കത്തില്ല. അതിൽപ്പെട്ടതാണ് മോശ. പക്ഷേ മോശയുടെ മക്കൾക്ക് പുരോഹിതനാകാനൊക്കത്തില്ല. മോശയുടെ സഹോദരനാണ് അഹരോൻ. അഹരോനെയും കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്ത്. അപ്പോൾ അഹരോൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർക്ക് മാത്രമേ പൗരോഹിത്യമുള്ളൂ. അതിലൊന്നാമത്തെ നിഷ്കർഷ, അവർ വംശാവലി തെളിയിച്ചു കൊടുക്കണം. അഹരോൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടതാണുള്ള വംശാവലി റെക്കോർഡ് എഴുതി സൂക്ഷിക്കുകയും ആ വംശാവലി ഹാജരാക്കി വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അയാൾക്ക് പൗരോഹിത്യം കിട്ടത്തുള്ളൂ. എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സക്കറിയാവ് പുരോഹിതനായി. കാരണം അവൻ അഹരോൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനാണെന്നുള്ള വംശാവലി ഉണ്ടായിരുന്നു. എന്നാൽ മൽക്കീസേദെക്ക് എങ്ങനെ പുരോഹിതനായി? അവൻ്റെ വംശാവലി ഒന്നും അവൻ്റെ ഇല്ല. അവൻ അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചവൻ. അത് കഴിഞ്ഞല്ലേ ഇസഹാക്ക് വന്ന്, ഇസഹാക്ക് വന്നു കഴിഞ്ഞാലേ യാക്കോബ് വന്ന്, യാക്കോബ് വന്നു കഴിഞ്ഞാൽ ലേവി വന്ന്, ലേവി വന്നു കഴിഞ്ഞാൽ കഹാത്യർ വന്നത്, കഹാത്യർ വന്നു കഴിഞ്ഞാൽ അഹരോൻ്റെ കുടുംബക്കാർ വന്നത്. അപ്പം വംശാവലിയില്ല. വംശാവലിയുടെ അടിസ്ഥാനത്തിലല്ല അവൻ്റെ പൗരോഹിത്യം. യേശുക്രിസ്തു വംശാവലി വെച്ച് പുരോഹിതനാകത്തില്ല. യേശുക്രിസ്തു ലേവിയ ഗോത്രത്തിലല്ല പിറന്നത്. യേശുക്രിസ്തു അഹരോന്യ കുടുംബത്തിൻ്റെ പരമ്പരയിലല്ല പിറന്നത്. അവൻ യഹൂദ ഗോത്രക്കാരനാണ്. യഹൂദ ഗോത്രം രാജകീയ ഗോത്രമാണ്. ദാവീദിൻ്റെ ഗോത്രമാണ്, ശലോമോൻ്റെ ഗോത്രമാണ്. യഹൂദന്മാരുടെ രാജാക്കന്മാരുടെ പരമ്പരയാണ് യഹൂദ ഗോത്രത്തിലുള്ളത്. അവർക്ക് പുരോഹിതന്മാരാകാൻ ഒക്കത്തില്ല. പക്ഷേ യേശു പുരോഹിതനായത് വംശാവലിയുടെ അടിസ്ഥാനത്തിലല്ല. അതിൻ്റെ ഉപമാനം, അതിൻ്റെ നിഴലാണ് മൽക്കീസേദെക്ക്. മൽക്കീസേദെക്ക് യേശു ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നയാളാണ്. 2000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മൽക്കീസേദെക്ക് ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വംശാവലിയാണ്. ഇല്ല, വംശാവലിയില്ല. അവൻ്റെ അപ്പനാരാ? അപ്പൻ്റെ കാര്യം എഴുതിയിട്ടില്ല. അവൻ്റെ അമ്മയാരാ? അമ്മയുടെ കാര്യം എഴുതിയിട്ടില്ല. ഒന്നും പറയാതെ ശാലേം രാജാവായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞുമായിട്ട് യുദ്ധം ജയിച്ചു വന്ന് അബ്രഹാമിനെ എതിരേറ്റു വന്നു. ഇതൊരു പ്രത്യേക പൗരോഹിത്യമാണ്. പഴയ നിയമ പൗരോഹിത്യത്തിൽപ്പെട്ട ലേവി പൗരോഹിത്യത്തിൽപ്പെടാത്ത വേറെ ഒരു പൗരോഹിത്യം, അബ്രഹാമിൻ്റെ ഗോത്രത്തിൽ പോലും പെടാത്ത, സന്തതി പരമ്പരയിൽപ്പെടാത്ത വേറെ ഒരു പൗരോഹിത്യം. ഒറ്റ പുരോഹിതനേ ഉള്ളൂ, മൽക്കീസേദെക്ക്. അവൻ്റെ മക്കളുടെ കാര്യം പറയുന്നില്ല, അവൻ്റെ പിന്തുടർച്ച പറയുന്നില്ല. പക്ഷേ ഈ സംഭവം നടന്ന് 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വാക്യത്തിൽ അവൻ്റെ കാര്യം വന്നു. BC 2000 ആണ്ട്, ക്രിസ്തുവിലേക്ക് 2000 കൊല്ലം അബ്രഹാമിൻ്റെ കാലത്താണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ
ഈ മൽക്കിസദേക്കിനെ കാണുന്നത്. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ 110-ാം സങ്കീർത്തനത്തിൽ ഈ മൽക്കിസദേക്കിനെ കാണാം. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന യേശുക്രിസ്തുവിനോട് പിതാവായ ദൈവം പറയുന്നു, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കണം, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപിടമാക്കോളൂ, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പിതാവ് പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, നീ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതനെന്ന് പറഞ്ഞിട്ട് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. അനുദപിക്കത്തില്ല. ദൈവം തൻ്റെ അല്ലാതെ തന്നെ സത്യം ചെയ്ത് അനുദപിക്കുന്ന ആളല്ല. പിന്നെ സ്വന്തം പേരിൽ എന്തിനാ ചെയ്തത്? അതിൻ്റെ മുകളിൽ വേറെ ആരുമില്ല. മുകളിലുള്ള ആളുടെ കാര്യം പറഞ്ഞാണല്ലോ സത്യം ചെയ്യുന്നത്. ദൈവത്തിന് മുകളിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഈ സത്യത്തിൽ നിന്ന് ദൈവം മാറത്തില്ല. എന്താ സത്യം ഇവിടെ? നീ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതൻ. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഉറപ്പിച്ചത് ദൈവം സത്യം ചെയ്തുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സത്യവാചകമാണ് മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ നീ എന്നേക്കും പുരോഹിതൻ. മൽക്കിസദേക്കിൻ്റെ വംശാവലിയിലല്ല. മൽക്കിസദേക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പുരോഹിതനായോ അതുപോലെ നീ ദൈവത്തിൻ്റെ പുരോഹിതൻ. വീണ്ടും 1000 കൊല്ലം കഴിഞ്ഞാണ് എബ്രായ ലേഖനത്തിൽ മൽക്കിസദേക്കിൻ്റെ പേര് കാണുന്നത്. 3 പുസ്തകത്തിലെ മൽക്കിസദേക്കിൻ്റെ പേരുള്ള ബൈബിളിൽ BC 2000 ആണ്ടിൽ ഉൽപ്പത്തി പുസ്തകത്തിലും നടന്ന സംഭവം. BC 1000 ആണ്ടിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് എബ്രായ ലേഖനം വന്നപ്പോൾ മൽക്കിസദേക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ് പുതിയ നിയമ പൗരോഹിത്യം. യേശുക്രിസ്തുവാണ് മഹാപുരോഹിതൻ. യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ശുശ്രൂഷകന്മാരെ ആക്കിയിട്ടുണ്ട്. 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, 4 ഇടയന്മാർ, 5 സുവിശേഷകന്മാർ. ശുശ്രൂഷകന്മാരുണ്ട്. അവിടെ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ആരാ? പുതിയ നിയമസഭ, രാജകീയ പുരോഹിത വർഗം. പുതിയ സഭയിലെ സകല വിശ്വാസികളും രാജകീയ പുരോഹിതന്മാരാ. ഒരു മഹാപുരോഹിതൻ മാത്രം, അത് യേശുക്രിസ്തു. സഭയിലുള്ള മുഴുവൻ ആളുകളും അവൻ്റെ കീഴിലുള്ള രാജകീയ പുരോഹിതന്മാർ. ഇതാരെയെങ്കിലും അപകീർത്തിപ്പെടുത്താനോ ഖണ്ഡിക്കാനോ പറയുകയല്ല. വേദപുസ്തക സത്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ അണുവിട അവിടെ ദാക്ഷിണ്യം കാണിക്കാനൊക്കത്തില്ല. അവിടെ വചനത്തിൻ്റെ സത്യം സത്യമായി തന്നെ പ്രസ്താവിക്കേണ്ടത് കൊണ്ട് ഞാനിത് പറയുകയാണ്. യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. അവൻ്റെ വിശ്വാസികൾ, അവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അവനെ അനുഗമിക്കുന്നവർ, അവൻ വിളിച്ചു വേർതിരിച്ച അവൻ്റെ കൂട്ടം, പുതിയ നിയമസഭ, രാജകീയ പുരോഹിത വർഗം. പുരോഹിതന്മാരെ, നിങ്ങളുടെ ജോലി എന്താണെന്നറിയാമോ? യാഗമർപ്പിക്കുക. എന്താ യാഗം? പുതിയ നിയമത്തിലെ യാഗം അധരഫലമെന്ന സ്തോത്രയാഗം. ബാക്കി പറ. അധരഫലമെന്ന സ്തോത്രയാഗം. ഞാൻ പൂരിപ്പിക്കാം. പലരുടെയും മനസ്സിൽ പല ആശയം, അതുകൊണ്ട് ഞാൻ പൂരിപ്പിക്കാം. അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇടയ്ക്ക് ഇടമുണ്ട്, ഇടയ്ക്ക് സ്പേസ് ഇടരുത്. സ്പേസ് ഇടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. അതാ പുരോഹിതൻ്റെ ജോലി. അധരഫലമെന്ന സ്തോത്രയാഗം ഇവിടെ അർപ്പിക്കുക. അതിനു വേണ്ടിയാണ് ഇവിടെ കൂടി വരുന്ന, ആരാധിക്കാൻ വരുന്നതിനാ ഇവിടെ വന്ന് വായടച്ചിരിക്കുക. പുരോഹിത, നീ എങ്ങനെ വായടയ്ക്കും? നിനക്ക് വായടയ്ക്കാൻ അനുവാദമില്ല. നിന്റെ യാഗം നീ അർപ്പിച്ചോ. എങ്ങനെയുള്ള യാഗം വേണ്ട? മുടന്നുള്ള ആടിനെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കരുത്. കണ്ണ് പൊട്ടി ആടിനെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കരുത്. ചെവിയേക്കാൻ വയ്യാത്ത ആടിനെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കരുത്. നടക്കാൻ വയ്യാത്ത ആടിനെ കൊണ്ട് യാഗം അർപ്പിക്കരുത്. ജീവനില്ലാത്ത ആടിനെ കൊണ്ടൊന്ന് യാഗം അർപ്പിക്കരുത്. നിന്റെ യാഗം 1 വയസ്സ് പ്രായമുള്ള ആണാട്ടിൻകുട്ടി ആയിരിക്കണം. ഒരു ഊനവുമില്ലാത്ത ആണാട്ടിൻകുട്ടി ആയിരിക്കണം. നിന്റെ സ്തോത്രം 1 വയസ്സ് പ്രായമുള്ള ആണാട്ടിൻകുട്ടിയെ പോലെ ചുറുചുറുക്കുള്ളതായിരിക്കണം. ഊർജ്ജസ്വലതയുള്ളതായിരിക്കണം. ജീവനുള്ളതായിരിക്കണം.
ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. അവൻ്റെ മഹത്വം എന്താ? അവൻ്റെ മഹത്വം 7-ാമത്തെ അബ്രഹാം കൂടെയും ഗോത്രപിതാവായ നിങ്ങളുടെ വല്യപ്പനായി, അവർക്കാണല്ലോ എഴുതുന്ന, നിങ്ങളുടെ വല്യപ്പനായി നിങ്ങളെപ്പോഴും ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന അബ്രഹാം വരെ ദശാംശം കൊണ്ട് കൊടുത്തപ്പോൾ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ആരെ അനുഗ്രഹിക്കും? ഏതെങ്കിലും വിധത്തിൽ ഉയർച്ച ഉള്ള ഒരാളാണ് അതിൻ്റെ താഴെയുള്ള ആളുകളെ അനുഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഉയർച്ചയുള്ള ആളാരാ? മൽക്കിസദേക്ക. ആരേക്കാൾ ഉയർച്ച? നിങ്ങളുടെ വല്യപ്പനേക്കാൾ ഉയർച്ചയാ. നിങ്ങളുടെ വല്യപ്പനെ ഇവൻ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ അനുഗ്രഹിക്കാം. കാരണം ഒരുത്തൻ മറ്റൊരുത്തനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണണം. അതുകൊണ്ട് നമുക്ക് തമ്മിൽ പറയാം, ദൈവം അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ബ്രദർ, ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നത് ഉയർന്നവനായിട്ടല്ല, ഒരുത്തൻ മറ്റൊരുത്തനെ തന്നെക്കാൾ ശ്രേഷ്ഠനെണ്ണണം എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ ഒരേ ഉയർച്ചയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തലൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്, ശ്രദ്ധിച്ച് നോക്കണം. നോക്കി കാണേണ്ടത് എന്താ? ഇവൻ എത്ര മഹാനെന്ന് കാണണം. ലോകത്തിൽ മഹാന്മാരുണ്ടായിരുന്നു. തങ്ങളുടെ പേരിൻ്റെ കൂടെ മഹാനെന്ന് ചേർത്ത ആളുകളുണ്ട്. ഹെരോദാവ് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് അവൻ രാജാവായപ്പോൾ അവനൊരു കാര്യം ചെയ്തു. അവൻ്റെ പേരിൻ്റെ കൂടെ മഹാനൂടെ ചേർത്തു. അവൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ പിന്നെ രാജാക്കന്മാരായി. പക്ഷേ ഇവൻ്റെ അപ്പൻ രാജാവല്ലായിരുന്നു. രാജാവായപ്പോൾ മഹാൻ, അതുകൊണ്ട് അവൻ്റെ പേര് മഹാനായ ഹെരോദാവെന്ന. അയാളാണ് ബേത്ലഹേമിലെ 2 വയസ്സ് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലിച്ച മഹാനാവൻ. നിർദാക്ഷിണ്യം നിരപരാധികളെ വേട്ടയാടിക്കൊന്ന ദുഷ്ടനാണ്. പക്ഷേ അവൻ പേരിലൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നും മഹാൻ എന്നാണ് വിളിക്കുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദ ഗ്രേറ്റ്, അവൻ്റെ പേരിലൂടെ അവൻ ചേർത്തതാണ് മഹാനായ അലക്സാണ്ടർ. ഇങ്ങനെ തന്നെത്താൻ ചേർത്ത ഒരു മഹാനല്ല ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. അവൻ്റെ ജനനം കൊണ്ട് അവൻ മഹാനാണ്. അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ വരുന്നതിനെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. അവൻ ജനിക്കുന്നതിന് മുമ്പ് കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കുമെന്ന് BC 750 യേശു ജനിക്കാൻ 750 കൊല്ലം യെശയ്യാവ് എഴുതി വെച്ചു. ദാവീദിൻ്റെ സന്തതിയിൽ വരുമെന്ന് എഴുതി വെച്ചു. ബേത്ലഹേമിൽ അവൻ പറക്കുമെന്ന് എഴുതി വെച്ചു. ഇങ്ങനെ അവൻ്റെ ജനനത്തെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, അവൻ്റെ മരണത്തെക്കുറിച്ച് യെശയ്യാവ് 53 സങ്കീർത്തനം 22 വായിച്ചാൽ അവൻ്റെ മരണവിവരം അറിയാം. യേശു ജനിക്കുന്നതിന് മുമ്പ് എഴുതിയ യെശയ്യാവ് 750 കൊല്ലം മുമ്പ്. ദാവീദ് 22 സങ്കീർത്തനം എഴുതി യേശു ജനിക്കാൻ 1000 കൊല്ലം മുമ്പ്. അന്ന് എഴുതി വെച്ചത് അക്ഷരപ്രകാരം നിറവേറിയതിൻ്റെ അർത്ഥം ഇവൻ മഹാനാണ്. വേറെ ഒരുത്തനും അങ്ങനെ വന്നിട്ടില്ല. വേറെ ഒരാളിനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. അവൻ എല്ലാവരെക്കാളും ഉന്നതനാ. അവൻ എല്ലാവരെക്കാളും സുന്ദരനാ. അവൻ എല്ലാവരെക്കാളും തേജസ്സുള്ളവനാ. അവൻ എല്ലാവരെക്കാളും ഉയർച്ചയുള്ളവനാ. അവൻ എല്ലാവരെക്കാളും മഹത്വമുള്ളവനാ. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി നിനക്ക് വഴിതെറ്റിപ്പോകരുത്. ഇവനെ നോക്കണം. ഇവനെത്ര മഹാനെന്നറിയണം. ഇവൻ്റെ മഹത്വം നീ അറിഞ്ഞിട്ടുണ്ടോ? ഇവനെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. വെള്ളത്തിൻ്റെ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡീക സുഖങ്ങൾ നിന്നെ എതിരേൽക്കിൽ. സുന്ദരന മനോഹര, നിന്നെ പിരിഞ്ഞ് ലോകയാത്ര എനിക്ക് വേണ്ട എന്ന് നിൻ്റെ അകത്തുനിന്ന് വിളിച്ചു പറയാൻ കഴിയണം. ഇവനാണ് മഹാൻ, ഇവനാണ് സുന്ദരൻ, ഇവനാണ് മഹത്വമുള്ളവൻ, ഇവനാണ് തേജോരൂപി, ഇവനാണ് അത്യുന്നതൻ. ഇവനെത്ര മഹാനെന്ന് നോക്കുവേ. ലോകത്തോട് നമുക്ക് പറയാനുള്ള സന്ദേശം അതാണ്. അന്യം പറയാനുള്ള സന്ദേശം അതാണ്. ഇവനെത്ര മഹാനെന്ന് നോക്കുവിൻ. മൂന്നാമത് എബ്രായ ലേഖനത്തിൽ നോക്കാൻ പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിൽ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഏതാ സാക്ഷികളുടെ വലിയൊരു സമൂഹം? 11-ാം അധ്യായത്തിൽ അവരുടെ പേരുകൾ എഴുതിയിരിക്കുക. വിശ്വാസ വീരന്മാരുടെ പേരുകൾ, പഴയ വിശ്വാസ വീരന്മാരുടെ പേരുകൾ. ചിലരുടെ ഈ ഭാഗം മനസ്സിലാക്കാതെ പറയാറുണ്ട് പുതിയ നിയമത്തിലെ രക്തസാക്ഷികളുടെ കാര്യമാണ്. നല്ലല്ല.
കാരണം അവരൊക്കെയും നമ്മളെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കത്തില്ലെന്ന് അവസാനം എഴുതിയിരിക്കുക. അതിൻ്റെ അർത്ഥം അവരെല്ലാം പഴയ നിയമത്തിൽപ്പെട്ടവരാ, പുതിയ നിയമത്തിൽപ്പെട്ടവരല്ല. സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്ന് പറയുന്ന 11-ാം അധ്യായത്തിലിരിക്കുന്ന ഹാനോക്ക്, നോഹ, അബ്രഹാം, സാറ, ഇങ്ങനെ താഴോട്ട് വന്ന മോശ, ദാവീദ്, ഇങ്ങനെയുള്ള വിശ്വാസവീരന്മാരുടെ കാര്യം ഓരോ വാക്യത്തിലും എഴുതിയിട്ട് 12-ാം അധ്യായം തുടങ്ങുകയാണ്. ചുറ്റും കണ്ടോ സാക്ഷികൾ നിൽക്കുന്ന കണ്ടോ? ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥം അവൻ കൊണ്ടുവന്ന ആ അധ്യായത്തിൽ കാണിച്ചു തന്നിരിക്കുകയാണ് വിശ്വാസവീരന്മാരെ. ഇവരെല്ലാം ഉണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. വിശ്വാസികൾ പാപം വിട്ടവരാ, പാപത്തെ വിട്ട് ഓടുന്നവരാ. പക്ഷേ ചില സ്വഭാവ ദൂഷ്യങ്ങൾ അവരെ പറ്റിപ്പിടിച്ചിരിക്കുക. ശരീരത്തെ ചെറിയ ഇതുണ്ടായി വരും. അരിമ്പാറ ഉണ്ടായി വരത്തില്ലേ? അരിമ്പാറ പറ്റിപ്പിടിച്ചിരിക്കുക. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അരിമ്പാറകളുണ്ട്. അതിൻ്റെ പേര് മുറുകെ പറ്റുന്ന പാപം. അത്രേ ഉള്ളൂ. നിനക്ക് ജയിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു കാര്യം കൂടെ നീ ചെയ്യുന്നുവെങ്കിൽ അത് മുറുകെ പറ്റുന്ന പാപമാണ്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണേ, അവ എൻ്റെ മേൽ വാഴരുത്. അപ്പോൾ ഞാൻ നിൻ്റെ മുമ്പിൽ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. പഴയ നിയമത്തിലെ ഭക്തൻ്റെ പ്രാർത്ഥനയാണ് പുതിയ നിയമത്തിൽ പറയുകയാണ്. പുതിയ നിയമത്തിലെ വിശ്വാസികൾക്കുണ്ടായിരുന്ന ഈ പ്രശ്നം ഒന്ന് ഭാരമുണ്ട്, ജീവിത ഭാരം. എങ്ങനെ കഴിയും? പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ. ഈ ഭാരങ്ങൾ നീ ചുമന്നുകൊണ്ട് ഓടണ്ട. നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. സകല ഭാരങ്ങളും അവൻ്റെ മേൽ കൊണ്ടുപോയി വയ്ക്കണം. 2, മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ട് ഓടണം. നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരത. ഇടയ്ക്ക് ആത്മീയ തീക്ഷ്ണത, പിന്നെ പിന്മാറ്റം. 2 ദിവസം ഉണർവ്, 1 ദിവസം പിന്മാറ്റം. അങ്ങനെ വരരുത്. സ്ഥിരത വേണം. ആമയും മുയലും കൂടെ ഓടി. ആമ ജയിച്ചു, മുയൽ തോറ്റു. കാരണം ആമ സ്ഥിരതയോടെ ഓടി. മറ്റേ ആൾ ഓട്ടത്തിൽ വീരനായതുകൊണ്ട് ഇടയ്ക്ക് കിടന്ന് ഉറങ്ങി. ആത്മീയത്തിൽ ഉറങ്ങിയാൽ നീ പുറകിലായി പോകും. സ്ഥിരതയോടെ ഓടണം. ചെറിയ ശക്തിയെ നിനക്കുള്ളെങ്കിലും സ്ഥിരതയോടെ ഓടണം. ആമയെപ്പോലെ പോകാനുള്ള കഴിവുള്ളെങ്കിലും സ്ഥിരതയോടെ ഓടണം. നീ അവനെ തന്നെ നോക്കിക്കൊണ്ട് പതുക്കെ ഓരോ കാലും വെച്ച് മുൻപോട്ട് നീങ്ങണം. സ്ഥിരതയോടെ ഓടുക. അടുത്തത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദ ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്യാപ്റ്റൻ അവനാ. രണ്ടാമത്തത്, നമ്മളെ ആത്മീയത്തിൽ പൂർത്തി വരുത്തുന്നവൻ. ഓടിത്തുടങ്ങിയില്ലേ, ഒടുവിൽ കൊണ്ടെത്തിക്കുന്നത് അവനാ. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിച്ച് നിൻ്റെ ആത്മീയ ജീവിതത്തിന് പൂർത്തി വരുത്താൻ കഴിയുന്ന യേശുവിനെ നോക്കണം. നീ അവിടെ ഇവിടെ നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. യേശുവിനെ നോക്കണം. നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ വളരെ ആഴം കുറഞ്ഞ നദിയാണ്, പക്ഷേ ഭയങ്കര ഒഴുക്കാണ്. ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ഒഴുക്കുണ്ടായതുപോലെ അതിനേക്കാൾ ശക്തിയായ ഒഴുക്കാണ് നയാഗ്രയിലെ വെള്ളച്ചാട്ടത്തിലേക്ക് വരാനുള്ള ഒഴുക്കാണ്. ആഴം കുറഞ്ഞ നദിയായതുകൊണ്ട് ചിലരൊക്കെ നീ നടന്ന് കയറാമെന്ന് വിചാരിക്കും, പക്ഷേ അടിച്ചുണ്ടെങ്കിൽ പോരും. ഒരു ചത്ത മൃഗത്തിൻ്റെ മാംസം ഒഴിവ് വരുന്നുണ്ട്. ഒരു കിളി പറന്നു ഇരുന്നതിൻ്റെ നഖങ്ങളും കാലുകളെല്ലാം ഈ മാംസത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് കൊത്തി തിന്നുക. തലപൊക്കി നോക്കും, ഇനിയും കുറേ ദൂരെയാണല്ലോ വെള്ളച്ചാട്ടം. പിന്നെയും തിന്നും, പിന്നെയും നോക്കും, പിന്നെയും തിന്നും. വെള്ളച്ചാട്ടത്തിന് അവിടെ വരുമ്പോൾ ഞാൻ പറക്കും, മേളോട്ട് പറക്കും. പക്ഷെ അവിടെ ഒന്നും പറക്കാനത്തില്ല. ഭയങ്കര തണുപ്പുള്ള വെള്ളമായതുകൊണ്ട് കാലും മരവിച്ചു പോയി.
കാല് പറക്കാൻ നോക്കിയിട്ടും പൊങ്ങുന്നില്ല. ഇതിനകത്ത് കയറിയിരിക്കുക, മാംസത്തിനകത്ത് തണുത്ത് ഉറഞ്ഞ് മരവിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് വിട്ടേച്ച് പറക്കാനൊക്കുന്നില്ല. ഓർത്തോണം, മുറുകെ പറ്റുന്ന പാപം നീ വിട്ട് പറന്നോണം. കാരണം പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം. അവിടെ ഇവിടെ നോക്കരുത്, അവരിവരെയും കമ്പയർ ചെയ്യരുത്, അതും ഇതും പറയരുത്, നിന്നെ തന്നെ നീതീകരിക്കരുത്, ഒന്നും പറയണ്ട. യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. നോക്കുന്ന യേശുവിനെക്കുറിച്ചൊരു വിശേഷണം കൂടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അധികം വായിച്ച് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് നോക്കേണ്ടതെന്നറിയാമോ? വിശ്വാസന നായകനും പൂർത്തിയായ യേശുവിനെ നോക്കുക. കാരണം യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് യേശു അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇപ്പോഴിരിക്കുന്നു. അവൻ കഷ്ടത, ക്രൂശിനെ അവൻ സഹിച്ചു. അവനുണ്ടായ അപമാനത്തെ അവൻ ലക്ഷ്യമാക്കി, അതിനെ തള്ളിക്കളഞ്ഞ ലക്ഷ്യമാക്കി. അവൻ്റെ മുമ്പ് വെച്ചിരുന്ന സന്തോഷം ഓർത്തു. അതുകൊണ്ടോ ദൈവം അവനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമം നൽകി, അത്യന്തം മീതെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശുവിനെ ഇരുത്തി. 3 കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു. 1, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യെരുശലേം ദേവാലയത്തിലേക്കോ യെരുശലേമിലെ മഹാപുരോഹിതന്മാരിലേക്കോ യെരുശലേമിലെ ദൈവാലയത്തിലെ ചടങ്ങുകളിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. 2ാമത്തെ കാര്യം, ഏവനത്ര മഹാനെന്ന് നോക്കുവിൻ. ലോകത്തിലെ എല്ലാ മതഗുരുക്കന്മാരെ എടുത്താലും മതസ്ഥാപകരെ എടുത്താലും ഏവനത്ര മഹാനെന്ന് നോക്കുവിൻ. 3ാമത്തെ കാര്യം, വിശ്വാസത്തിൻ്റെ നായകൻ, നമ്മുടെ മാതൃക, നമ്മുടെ ജീവിതത്തിന് പൂർത്തി വരുത്താം. നമ്മൾ ആരംഭിച്ച പ്രവൃത്തി തികയ്ക്കാമെന്ന് വാക്ക് പറഞ്ഞ അവനെ നോക്കണം. അവനെ നോക്കിക്കൊണ്ടതിൻ്റെ ഓട്ടം നീ സ്ഥിരതയോടെ ഓടണം. നമുക്ക് നോക്കാൻ ഒരാളുണ്ട്, നമ്മുടെ കർത്താവായ യേശു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ദൂത് ഞാൻ അറിയിച്ചിരിക്കുന്നു. അങ്ങുമിങ്ങും നോക്കി നീ തളരാതെ മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടോ സ്ഥിരതയോടെ ഓടുവാൻ യേശുവിനെ നോക്കുക. ഈ മഹാനായ യേശുവിനെ നോക്കുക. അവൻ പൂർത്തി വരുത്തുന്നവനാണ്. പ്രിയ കർത്താവേ, ഞങ്ങൾക്കന്ന് വചനത്തിനായിട്ട് സ്തോത്രം. ആത്മീയത്തിൽ ഞങ്ങൾ പിന്മാറിപ്പോകാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മഹത്വം കാണുവാൻ, അവൻ്റെ മഹിമ ദർശിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ലോകമെങ്ങും പൗർഷൻ TV ചാനലിലൂടെ യൂട്യൂബിലൂടെ ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന എല്ലാ വിശുദ്ധന്മാർ, എല്ലാ മനുഷ്യരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ മഹത്വം ദർശിപ്പാൻ അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പരിശുദ്ധാത്മാവെ അവിടെ തുറക്കണമേ. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.